രാധേ 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 എന്താ ഇത്? കണ്ണന്റെ മുരളി കൺമുന്നിൽ, കാതുകളിൽ മുരളീരവം. മുരളിയില്ലാതെ എങ്ങനെ മുരളീനാഥം കേൾപ്പിക്കും? യാദവർ പറയുന്നത് സത്യമാണ്. കണ്ണൻ പലപ്പോഴും മാന്ത്രികനാണത്രേ. എന്റെ കണ്ണന്റെ കരസ്പർശവും അധരസ്പർശവും ഏറ്റ് ദിവ്യമായ ഓടക്കുഴൽ അവൻ ഈ ഉള്ളവൾക്ക് സമ്മാനിക്കുകയാണോ? എങ്കിൽ ഞാൻ എത്ര ധന്യയാണ്. കണ്ണാ, എന്റെ കണ്ണാ. ശരി, മായാവിയായ നീ ഓടക്കുഴൽ കാട്ടി എന്നെ മോഹിപ്പിക്കുകയാണല്ലേ? നിന്റെ സൗധത്തിലേക്ക് പ്രേമപൂർവ്വം രാധ വന്ന് ചേരണം, അതല്ലേ കണ്ണ നിന്റെ ഉള്ളിലിരിപ്പ്? ഇല്ല, രാധ വരില്ല. നീ വൃന്ദാവനത്തിൽ വന്നിട്ട് സംവത്സരം 4-5 കഴിഞ്ഞില്ലേ? നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ആശ മുന്നിലും അഭിമാനം പിന്നിലും വെച്ചുള്ള ഈ ഒളിച്ചുകളി രാധയോട് വേണ്ട. എന്നെ കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് വരണം. വരുത്തും ഞാൻ, അതെന്റെ വാശിയാ കണ്ണ. രാധ കണ്ണനോട് പിണങ്ങി പോവാണോ? ഹൗ, രാധയുടെ പ്രണയപാരവശ്യം നിറഞ്ഞ മുഖം കാണാൻ നല്ല ചേലായിരുന്നു അല്ലേ രൂപിണി? അതേ ധരിത്രി, പ്രണയത്തിൽ നിന്ന് മുതിക്കുന്ന പരിഭവത്തിന്റെ നിറം ചുവപ്പാണ്. രാധേ, നീ കയ്യെത്തി പിടിക്കാൻ നോക്കിയിട്ട് കിട്ടാതെ പോയ നിന്റെ കണ്ണന്റെ ഓടക്കുഴൽ. രൂപിണി, നീ എന്തൊക്കെയാ പുലമ്പുന്നത്? ഞാൻ ഓടക്കുഴൽ കയ്യെത്തി പിടിക്കാൻ നോക്കിയെന്നോ? ഏത് ഓടക്കുഴൽ? ഏത് കണ്ണൻ? ദേ രാധേ, അഭിനയം ഞങ്ങളോട് വേണ്ട. എന്റെ കണ്ണന്റെ കരസ്പർശവും അധരസ്പർശവും ഏറ്റ ദിവ്യമായ ഓടക്കുഴൽ വേണമെന്ന് നീ ആവശ്യപ്പെട്ടില്ലേ? ഏയ്, ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല. ഓടക്കുഴലിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതുപോലുമില്ല. എന്റെ കണ്ണൻ എന്ന് നീ ഉരുവിട്ടില്ലേ? ഓ, അതാണോ? രൂപിണി, നിനക്ക് ചെകിട് കേൾക്കാൻ കഴിയാത്തത് എന്റെ കുറ്റമല്ല. കണ്ണിലൊരു പ്രാണി കുടുങ്ങിയപ്പോൾ എന്റെ കണ്ണേന്ന് ഞാൻ ഉരുവിട്ടത് സത്യമാണ്. എന്നിട്ടിപ്പോ അതെന്റെ കണ്ണനെന്നായി. രാധേ, നിക്ക്.
കണ്ണനോട് സ്നേഹമില്ലേ? ഓ പിന്നെ, കാലികളെ മേച്ച് കളിച്ചു നടക്കുന്ന ആ കണ്ണനെയാണോ ഈ ഞാൻ സ്നേഹിക്കേണ്ടത്? രാധയ്ക്കെന്താ മറ്റൊരു സൗന്ദര്യമുള്ള കുമാരനെ കിട്ടില്ലേ? അപ്പോ രാധയുടെ നോട്ടത്തിൽ കണ്ണന് സൗന്ദര്യം ഇല്ലെന്നാണോ? അതിന് ഞാൻ കണ്ണനെ നോക്കിയിട്ടേ ഇല്ലല്ലോ. രാധയ്ക്ക് കണ്ണനുമായി മനസ്സുകൊണ്ട് ഒരടുപ്പവുമില്ല? ഇല്ലേ ഇല്ല. എന്നാൽ ഇതങ്ങനെ വിട്ടുകൂടെ കൂട്ടരെ. നമുക്കിപ്പോൾ തന്നെ പോയി കണ്ണനെ കാണാം, കാര്യങ്ങൾ ധരിപ്പിക്കാം. കൂട്ടരെ നിൽക്കൻ. കണ്ണനോട് എന്ത് കാര്യമാ ധരിപ്പിക്കാൻ പോകുന്നത്? രാധ പരിസരത്തുണ്ടെന്ന് കണ്ടാൽ ആ കള്ളക്കണ്ണനൊരു കുഴൽവിളിയുണ്ട്. ഏതോ വശീകരണ ശക്തിയുള്ള ഒരു രാഗമാണപ്പോ പുറത്തു വരുന്നത്. പാവം, നിന്നെ വശീകരിക്കാനാ. അത് പാടില്ലെന്ന് പറയണം. രാധേ, നീ ഞങ്ങളുടെ ആത്മമിത്രമാണ്. വൃന്ദാവനത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി, വൃന്ദാവനത്തിന്റെ രോമാഞ്ചം. അങ്ങനെയുള്ള രാധയെ വെറുതെ മോഹിക്കണ്ടെന്ന് മൊഴിയും ഞങ്ങൾ. സഖിമാരെ, അങ്ങനൊക്കെ പറഞ്ഞാൽ കണ്ണൻ എന്ത് തോന്നും? എന്തും തോന്നട്ടെ, അതിന് രാധയ്ക്ക് എന്താ? അത് എന്നാലും കണ്ണൻ അമ്പാടിയിൽ നിന്ന് വന്ന അതിഥിയല്ലേ? നാം ആതിഥ്യ മര്യാദ കാട്ടണ്ടേ കൂട്ടരെ? ആതിഥേയരായ നാം കാട്ടുന്ന മര്യാദ അതിഥിക്ക് ഇങ്ങോട്ടും വേണ്ടേ? രാധയ്ക്ക് കണ്ണനോട് സ്നേഹമേ ഇല്ല. ആ നിലയ്ക്ക് കണ്ണന് ഇങ്ങോട്ടും സ്നേഹപ്രകടനം വേണ്ട. സ്നേഹം ബലമായി പിടിച്ചു വാങ്ങാവുന്ന ഒരു വികാരമല്ല എന്ന് ഞങ്ങൾ കണ്ണന് മുന്നറിയിപ്പ് നൽകാൻ പോകുന്നു. അരുത് കൂട്ടരെ, അത് അത് കണ്ണന് സങ്കടമാവും. കണ്ണന് സങ്കടമായ നിനക്കെന്താ? കണ്ണൻ നിന്റെ ആരാ? പറയൂ, കണ്ണൻ നിനക്ക് ആരാണ് രാധേ?